ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് കോൺഫ്ലവറിൻ്റെ പൗഡറും, മുളകും പൊടിയും, മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് മസാലപ്പൊടിയും ഇട്ടിട്ടാണ് ഞാൻ ഇതിനെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് വറ്റിച്ചിട്ടുണ്ടായിരുന്നു. വേവിച്ചതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കോളിഫ്ലവർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് അതിനൊന്ന് ഫ്രീ ആക്കാൻ വെക്കുക. 5 മിനിറ്റിന് ശേഷം നമ്മൾ അടുപ്പത്ത് പാൻ വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായി കഴിഞ്ഞാൽ നമ്മളതിൽ നിന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കോളിഫ്ലവറൊക്കെ നമ്മൾ നല്ല പോലെ അത് പൊരിച്ചെടുത്തു. പിന്നെ ഞാൻ അതിലേക്ക് ഒരു സോസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ സോസിന് ഞാൻ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ സോസില്ല. അപ്പോൾ നമുക്കത് സോസൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2-4 തക്കാളി എടുത്തിട്ട് വേവിച്ചു. ആ വേവിച്ചതിൻ്റെ ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ നന്നായിട്ട് കളഞ്ഞ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മുളകും പൊടിയും, ഉപ്പും, പഞ്ചസാരയും കുറച്ച് സ്വർക്കും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചു കൊടുത്തു. അപ്പോൾ നമുക്കതൊരു സോസിൻ്റെ അതേ ഇതിൽ കിട്ടിയിട്ടാണ്. നമുക്ക് സോസ് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന്. അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ച് ഒരു നല്ല മൂപ്പിക്കണം കേട്ടോ. ഒരു ഗോൾഡ് കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി, സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞതൊക്കെ കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോളിഫ്ലവർ പൊരിച്ച് വെച്ച ഫ്ലവർ ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണേ. ഓക്കെ, താങ്ക് യു.